അപ്പൊ നമ്മളിങ്ങനെ കണ്ടു, ഇങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ ഇഷ്ടത്തിലായി. അപ്പൊ കുറെ ആൾക്കാർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടാണ് ഇൻസ്റ്റാ ത്രൂ പരിചയപ്പെട്ടതാണോ. അപ്പൊ ഈ നാട്ടില് കുത്തച്ഛ കാണിച്ച ആൾക്കാരൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വേറെ എവിടേക്കും നാട്ടിൽ നിന്ന് മാറ്റി അങ്ങനെ മാറ്റി നിർത്തിയതായിരുന്നു വരെ. അത് ഭയങ്കര വിഷയമായിരുന്നു. ഞാന് ഇവള് പ്ലസ് ടു കഴിഞ്ഞു, എന്റെ പ്ലസ് ടു കഴിഞ്ഞ് ഞാനിവിടെ കോളേജിൽ, അതായത് കൊണ്ടോട്ടി ഇവന്റെ കാരണം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അപ്പൊ അത് ഓൾമോസ്റ്റ് തീർന്നു, അത് ഇനി ഇല്ലാന്നുള്ള രീതിയില് ആയിരുന്നു. ഇനി എന്തായാലും ഇത് നടക്കൂല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പിന്നെ ഇവന് പോവാൻ നിൽക്കുന്നു, നാട്ടിൽ ദുബായി കയറാൻ നിൽക്കുന്നു. അപ്പൊ ആ ടൈമില് പോവാൻ നേരത്തേക്ക് വെച്ചിട്ട് പോവാൻ കുറച്ച് ദിവസം മുന്നേ ആയിട്ട് ഇവന്റെ ഒരു ഫ്രണ്ട് ഓൻ ഇവിടെ വന്ന് സംസാരിച്ച്, ഞാൻ സംസാരിക്കാൻ ഇല്ല, എനിക്ക് സംസാരിക്കണ്ട എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ഇവന് ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളുള്ള സമയത്തും ഇവൻ എന്റെ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എന്റെ സന എന്ന് പറഞ്ഞ ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എന്റെ മെസ്സേജ് അയച്ചിട്ട് ഇവൻ അപ്പോഴും പറയും എനിക്ക് ഉറപ്പാണ്, ഷുവർ എനിക്കത് ഉറപ്പാണ്, ഇത് റെഡി ആവും. ഇവന് ഇത്രയും കോൺഫിഡന്റ്, ഇത് ഒരിക്കലും റെഡി ആവില്ല എന്നുള്ളത് ഓനക്കറിയാം, എനിക്കറിയാം, അങ്ങനെയുള്ള മൈൻഡിലായിരുന്നു. അപ്പൊ എന്നിട്ട് ഇവൻ പറയും ഇതൊരു ദിവസം എന്തായാലും ശരിയാവും, ചോദിക്കുന്നത് എന്തായാലും ശരിയാവും, ഭയങ്കര കോൺഫിഡന്റ്. എന്നിട്ട് എനിക്ക് ഇതുപോലെ ഞാനും ഓളും കൂടെ ഒരുമിച്ച്, ഓളും കോഴിക്കോട് പഠിക്കണം, അപ്പൊ ഞങ്ങളുടെ ഒരുമിച്ച് ക്ലാസ്സിന് ചിലപ്പോൾ പോകുമ്പോൾ പോവാം. ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ പോകുമ്പോൾ ഇവളിനോട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ആണല്ലോ സംസാരിക്കുന്നത്, എന്തായാലും നടക്കും, എന്തായാലും റെഡി ആക്കും ഞാൻ എന്നൊക്കെയുള്ള പറയണത്. എന്തൊക്കെ വന്നാലും കാര്യമില്ല, റെഡി ആവില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറെ ദിവസത്തിന് ശേഷമാണ് ഈ ഫ്രണ്ടിനെ ഞാൻ മെസ്സേജ് അയച്ചിട്ടും റിപ്ലൈയും കാര്യങ്ങളൊന്നുമില്ല. കുറെ ബ്ലോക്ക് ഒക്കെ ആയിരുന്നു. ഞാന് ആകെ ഡൗൺ ആയി ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ഫ്രണ്ടാണ് ഓനോട് എന്താ കാര്യം, എന്താണ് വിഷയം ചോദിച്ചപ്പോ ഞാൻ ഈ വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നോട് ഇതുപോലെ ചെയ്യാം, ബോംബൊക്കെ മെസ്സേജ് ഫ്രണ്ടിന് മെസ്സേജ് എനിക്ക് അവന്റെ ഫ്രണ്ട്സായിട്ട് വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരുത്തനായിട്ട് മാത്രമേ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവന് ഈ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് ഒന്ന് ഞാൻ കോളേജിലേക്ക് നാളെ വരാം, ഓണിറ്റ് കോളേജിൽ വരാം, ഓന്റെ ഭാഗത്ത് ഒന്ന് കേക്ക് എന്താന്നുള്ളതൊന്നും വേണ്ട, ഓന്റെ സൈഡ് എന്താന്നുള്ളത് കേക്ക്, ഒരു സൈഡ് മാത്രമേ കേട്ടിട്ട് ഇതാവില്ല, രണ്ട് സൈഡും കൂടെ കേക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല അതെന്തായാലും റെഡി ആവൂല, ഓനിപ്പോഴും കളിയാക്കിയിരുന്നത്. അപ്പൊ അതെന്തായാലും റെഡി ആവൂല എന്ന് പറഞ്ഞു. അപ്പൊ ഓന് ഇല്ലടാ അത് നോക്കി നോക്കൊന്നും ശരിയായി, ഓന് ഇല്ലടാ അത് ശരിയാവൂല, അങ്ങനെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഇവൻ വന്ന് സംസാരിച്ച് ഞങ്ങൾ കുറെ ഒക്കെ ഓക്കെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും നോക്കാം, ഇനിയുള്ള ഇതിനനുസരിച്ച് നമുക്ക് നോക്കാം, അങ്ങനെ ഒരു മൈൻഡ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവനെ പോവാനായി. അപ്പൊ പോവാനായപ്പോ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് പോകാൻ നമുക്ക് ഇടങ്ങാറുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഇവനോട് കാണാൻ പറ്റിച്ചപ്പോ ഓക്കെ. പിന്നെ ഞങ്ങൾ ആ പോകാൻ അടുപ്പിച്ചിട്ടുള്ള ലാസ്റ്റ് വീക്കിലൊക്കെ എപ്പോഴും ഫുഡ് കഴിക്കാൻ പോകും, അതായത് അവിടെ തന്നെ കേട്ടോ, കൊണ്ടോട്ടി അടുത്ത് തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകും. അങ്ങനെ എപ്പോഴും അവിടെ പോയിട്ട് പിന്നെ എനിക്ക് 5 മണി നമുക്ക് ഹോസ്റ്റലിൽ കയറണം, പിന്നെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റില്ല, അറ്റൻഡൻസ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. സോ ഉച്ചയൊക്കെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ചാൽ തിരിച്ചു വരും, അങ്ങനെ പോരാ. അപ്പം എന്തായാലും അതുവരെ ഞങ്ങൾ പിന്നെ എവിടേക്കും പോകുകയും ചെയ്തിട്ടൊന്നുണ്ടാവില്ല കേട്ടോ. പിന്നെ കഴിഞ്ഞ് ഇവന് പോവാനായി തലേദിവസം വന്ന് കണ്ടു. അങ്ങനെ ഇവൻ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഓക്കെ ആയിട്ട് ഒരു 10-15 ദിവസം കൊണ്ട് തന്നെ തിരിച്ച് കയറിയിരുന്നു. ഈ ഇഷ്യൂസൊക്കെ എൻ്റെ വീട്ടുകാരുടെ കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞ്, അതായത് ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ അറിഞ്ഞ് ഇവര് ബ്രദേഴ്സൊക്കെ വിളിച്ച് എന്നോട് ഇതൊക്കെ നിർത്തിക്കോ, ഇനി എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞത്. ഞാൻ പോയി കുറച്ച് മിനിമം ഒരു 4-5 മാസം അപ്പൊ തന്നെ ഇഷ്യൂ ആയി. ഇവളെ ഇപ്പ എങ്ങനെ പറഞ്ഞു അതല്ല പറയണേ, ഇത് ആദ്യം ബ്രദർ വിളിച്ചാണ്ട് എന്നോട് വിളിച്ചാണ്ട് എന്റെ ബ്രദേഴ്സൊക്കെ വിളിച്ചാണ്, അതായത് എന്റെ സ്വന്തം ബ്രദറും ഒരു കസിൻ ബ്രദറും എന്റെ മൂത്താപ്പാന്റെ മകന്റെ വീട്, ഞങ്ങൾ വീട് എടുത്തെടുത്ത. അപ്പൊ ഇവ എനിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനൊക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇവനെ നോക്കിനോ അങ്ങനെ. അപ്പൊ പറഞ്ഞില്ല അത് നിർത്തിയതാണ്, കാരണം ഞങ്ങളൊരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അപ്പൊ നിർത്തിയതാണ് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല അത് ഓരോരുത്തർ പറഞ്ഞു കേട്ടല്ലോ, അപ്പൊ എന്റെ സ്വന്തം ബ്രദറിനോട് പറഞ്ഞിട്ട് ഓനോട് ഞാൻ പറഞ്ഞാണ്ട് വിളിക്കേണ്ട പറഞ്ഞതാണ്, അത് ഞാൻ തീരുമാനമാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആ സമയത്ത് അതങ്ങനെ ഡീൽ ചെയ്തു. അന്ന സമയത്ത് അതൊക്കെ കാരണം അത് ഞാനും ക്ലോസ് ചെയ്ത രീതിയിലാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഭയങ്കര ധൈര്യത്തിലാണ് സംസാരിക്കാൻ പറ്റും, കാരണം ഇത് ഇനി ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ഒന്നും പറയാം ഓക്കെ ഇല്ല, സത്യമായിട്ട് ഇതില്ല, കാരണം എനിക്ക് ഇത് നിർത്തിയുള്ള മൈൻഡ്. അങ്ങനെ പറഞ്ഞു. ഇവന് ദുബായി പോയി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, കുറച്ച് ദിവസമല്ല ഒരു ഇത് വീട്ടിൽ അറിഞ്ഞിട്ടില്ല, ഇപ്പി അറിഞ്ഞിട്ടില്ല, ബാക്കിയുള്ളവരൊക്കെ അറിഞ്ഞു കേട്ടോ. അതായത് കസിൻസിൽ ഓരോ ആൾക്കാർ അറിഞ്ഞാണ്, അതേപോലെ എന്റെ കാക്കു അറിഞ്ഞു, ഇവരൊക്കെ അറിഞ്ഞു. പക്ഷെ വീട്ടില് ഇമ്മാക്ക് ഉപ്പാക്കും അറിയില്ല. അനിയത്തി ഇടയിൽ അനിയത്തി പിടിച്ചു, ഇതുപോലെ സ്നാപ്ചാറ്റ് അക്കൗണ്ട് ഉണ്ടാണ്ട് ഓൾ അങ്ങനെ പിടിച്ചു, അങ്ങനെ എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇമ്മാക്ക് ഉപ്പാക്കും അറിയില്ലായിരുന്നു. അനിയത്തി സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങള് ഒരു ദിവസം ഇതേപോലെ ഞാൻ ഒരു നോമ്പിന് കഴിഞ്ഞതിന്റെ മുന്നത്തെ നോമ്പിന്
ഇവൻ ദുബായിലായ സമയത്ത് എന്തായി അതാണ് ആ വിഷയം. ഞങ്ങളിത് എങ്ങനെ പറയും, ഇതെങ്ങനെ അവതരിപ്പിക്കും? എന്തായാലും വെക്കേഷൻ ടൈം എനിക്ക് ഇങ്ങനെ കല്യാണാലോചനകൾ വന്നിരുന്നു. അപ്പൊ വെക്കേഷൻ ടൈം ആകുമ്പോൾ എന്തായാലും ഇത് പറയണം. ആ ഒരു മൈൻഡിലാണ് നിന്നത്. വെക്കേഷൻ ടൈമിൽ പറയണം. പക്ഷെ ഞാനായിട്ട് എങ്ങനെ പറയാന്നുള്ള എനിക്കറിയില്ല. കാരണം വീട്ടുകാരെ ഓക്കെ, അതായത് നമ്മളായിട്ട് പോയി സംസാരിച്ച് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് അറിയില്ലല്ലോ എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതോട് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ കോളേജ് കഴിഞ്ഞും ചെയ്തു. ആ ടൈമിൽ തന്നെ കഴിഞ്ഞ വീട്ടിലുള്ള സമയത്ത് ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ നോമ്പില് ഇരുപത്തിയേഴാം നോമ്പിനാണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ അവിടെ സോഫയിൽ ഇങ്ങനെ കിടക്കുക, ഫോൺ മേടിച്ചിട്ട് ഇവന് മെസ്സേജ് അയക്കുന്ന ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഫോൺ മേടിക്കുന്നതിൽ പെട്ടെന്ന് ഇപ്പൊ വന്നിട്ട് നേരെ അടുക്കളയിൽ പോയിട്ട് ഉമ്മയുടെ ഒന്ന് സംസാരിക്കണ്ട. അപ്പൊ അനിയത്തി അങ്ങോട്ട് ചെന്നു. അനിയത്തി അവിടെ ചെന്നപ്പോ അനിയത്തി കേട്ടു ഇതാണ് പറയണേന്നുള്ളത്. അതിന് ഇവളി ഓടി അതിന് പറഞ്ഞു, പിടിച്ചിക്കണ് എന്താ സീനായിക്കണ്, എന്താ വെച്ചാൽ കാട്ടിക്കോ പറഞ്ഞു. അതിന് ഞാൻ വേഗം ഫോണൊക്കെ ക്ലിയർ ചെയ്താണ്ട് ഞാൻ ഫോണാണ് പഠിച്ചത്. എനിക്ക് എന്തായാലും തല്ലി കിട്ടുന്നതായിരുന്നു. കാരണം എൻ്റെ ഇപ്പം റിലേഷന്റെ കാര്യത്തിൽ ആ ടൈമിൽ കുറെ മുന്നേ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ തല്ലി കിട്ടും, എന്നോട് തല്ലി കിട്ടും, അത് വേഗം കഴിക്കും. അപ്പൊ ഞാൻ ഒക്കെ എഴുതിയിട്ടാക്കിയാണ് ഇങ്ങനെ ഇരിക്കുക. അതില് പക്ഷെ എന്നോട് ഭയങ്കര റഫായിട്ടൊന്നുമല്ല സംസാരിച്ചേ. നേരെ വന്നപ്പോ എന്നോട് ഉപയോഗിച്ചു. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് എന്റെ ഈ റിലേഷൻ നാട്ടിലുള്ള ഒരാൾക്കും അറിയില്ലായിരുന്നു. അതായത് എന്റെ ഫ്രണ്ട്സിനായിക്കോട്ടെ അറിയില്ലായിരുന്നു. എന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊന്നും അറിയില്ലായിരുന്നു. എന്റെ ആകെ 2 ഫ്രണ്ടിനാണ്, ഇവിടുത്തെ നാട്ടിലുള്ള 2 ഫ്രണ്ടിനെ അറിയുന്നത്. കോളേജിലുള്ള എല്ലാവർക്കും അറിയുന്നു. കാരണം എന്റെ നാട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇന്ന ഭാഗത്തുള്ള അധികം ആൾക്കാർക്കും അറിയും. സോ ഞാൻ ഇങ്ങനെ റിലേഷൻ ആരെങ്കിലും ഒരാളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എന്റെ ബ്രദറിന്റെ അടുത്ത് എത്തും, അല്ലാന്നുണ്ടെങ്കിൽ എന്റെ പാപ്പാന്റെ അടുത്ത് എത്തും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്റെ എൻഗേജ്മെന്റിന്റെ സ്റ്റോറി കണ്ടപ്പോ എല്ലാവരും ഇതിപ്പോ ലവ് മാരേജോ അതിപ്പോ അങ്ങനെയായിരുന്നു. കാരണം ഒരാൾക്കും അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് എന്താ ഇത് ഇതേപോലെ ഇപ്പൊ വന്നാണ് എന്നോട് ചോദിച്ചു. ഇപ്പൊ നൈസായിട്ട് വന്ന് ചോദിച്ചു, നിങ്ങള് ഇങ്ങനെ ഒരാള് ഈ ഏതൊരു ഡ്രസ്സിന്റെ ഷോപ്പിൽ നിൽക്കുന്ന ആരെങ്കിലും നോക്കിയിരുന്നേ, ഇത് എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ഇപ്പൊ ചോദിക്കണം അങ്ങനെയാണ്. അല്ല ആ ടൈമിലേക്ക് ചിരി വന്നില്ല. കാരണം ഇപ്പൊ അങ്ങനെ ചോദിക്കണം. അപ്പൊ ഞാൻ ഏത് ഇല്ലല്ലോ, അതില് ഉമ്മയുണ്ട് അടുത്ത്. ഉമ്മ പറഞ്ഞോ ഇല്ല, അന്ന് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വേണ്ടെന്ന് എനിക്ക് വേറെ കല്യാണം നോക്കാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ല ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങളത് തുടങ്ങുന്നത്, പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ എന്താ ഞങ്ങള് ഉണ്ട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചപ്പോ ഇപ്പൊ ആ കോക്കിക്കാരെ സമ്മതിച്ചല്ലോ, ഞാൻ ഉണ്ട് എന്ന് സമ്മതിച്ചു. അതേപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു, ഇവിടെയാണ് വീട്. എന്നോട് അതിന് മുന്നേ പറഞ്ഞിരുന്നു അന്നെ മഞ്ചേരിന്റെ പെരിന്തൽമണ്ണേന്റെ ഇടയിലെ കെട്ടിക്കുള്ളൂ, ദൂരത്ത് കെട്ടിക്കൂല. ഈ മോങ്ങ അതിനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് അപ്പൊ ഉമ്മ അപ്പൊ തന്നെ പറഞ്ഞു ഇത്ര ദൂരത്തേക്കുള്ള എന്തായാലും നടക്കൂല. ഫസ്റ്റ് പറഞ്ഞപ്പോ ഇപ്പാണ്ട് പറഞ്ഞപ്പോ നോക്കുക നമുക്ക് അന്വേഷിച്ച് നോക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ അങ്ങനെ ആയിരുന്നു. അതായത് അന്വേഷിച്ച് നോക്കാം, ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഓൾക്കുള്ള കാര്യം നോക്കാനുള്ള പ്രായക്കണില്ല, ഓൾ നോക്കിക്കോളും, അങ്ങനെയുള്ള ഒരു ടൈമായിരുന്നു. അപ്പോ എന്താ പക്ഷെ ഈ ദൂരം ആദ്യം പറഞ്ഞ എത്ര ദൂരല്ലേ മോങ്ങത്തേക്ക് അത്ര ദൂരമുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനെ വന്നു പോയി ശീലാൻ പോയി ദൂരം തോന്നിക്കില്ലെങ്കിലും അന്നാ ടൈമിലൊക്കെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ കോഴിക്കോട് വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ദൂരമുള്ള സ്ഥലമല്ലേ മോങ്ങം എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു. പിന്നെ എന്താ ഞങ്ങള് ബ്രദറിനോട് പറയേണ്ടിയിരുന്നു. കാരണം കാക്ക ഓൾറെഡി അറിഞ്ഞ കേസാണ്, നിർത്തി എന്നുള്ള മൈൻഡാണ്. പിന്നെ പറഞ്ഞാണ്ട് ഇപ്പായിട്ട് പോയി സംസാരിക്കണം. അപ്പൊ എനിക്ക് പേടി വന്നാല് എനിക്ക് എന്താ വെച്ചാൽ ഇവർ രണ്ടാളും ഫ്രണ്ട്സോ, അതായത് ഒരു കമ്പനി ഉണ്ടായിരുന്നു, ചെറിയ കമ്പനി ഉണ്ടായിരുന്നു, അറിയായിരുന്നു. അതായത് എന്റെ ആൾക്കാർ സമയത്ത് ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് അപ്പൊ ആ ടൈമിൽ വന്ന ഫ്രണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇവർക്ക് അറിയായിരുന്നു. എന്റെ മൈൻഡില് ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവർ രണ്ടാളും തമ്മിൽ അറിയുന്നതാണല്ലോ, അങ്ങനെയായിരുന്നു. കാരണം പോരാത്തിന് ഇവന് എന്റെ നാട്ടിൽ വലിയ ഫ്രണ്ട്സ് ഒന്നുമില്ല. 2 വർഷം നിന്നാലും വലിയ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര ഇൻട്രോവേർട്ട് പേഴ്സൺ പോലെ എപ്പോഴും ഷോപ്പിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ആളായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ട് അവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ആ മെസ്സേജ് അയക്കുന്ന സമയത്താണ് അവനെ കാണുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കല്ലോ അവന് പുറത്താൻ ഇറങ്ങുന്ന ആളല്ല. അപ്പൊ ഇവന് ഇതേപോലെ ബ്രദറിനോട് പറയുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ബ്രദർ ഓക്കെ നല്ലതാണെങ്കിൽ നടത്താന്ന് പറയുമെന്ന് കരുതിയെടുത്ത് നേരെ വിപരീതമായി ഭയങ്കര വലിയ പ്രശ്നമായി. ഏതൊരു ഇനിയിപ്പോ ഇന്ന പെണ്ണുള്ള കാര്യമാണെങ്കിലും ഇപ്പൊ ആരുടെ പെണ്ണുള്ള കാര്യമാണെങ്കിലും അങ്ങനെ ഫസ്റ്റ് അങ്ങനെയൊക്കെ തന്നെ ആക്കാരം. എനിക്ക് പെങ്ങളില്ല, എന്റെ പെങ്ങൾ ആരെയും എന്തെങ്കിലും നോക്കുമ്പോ നമ്മളും ആദ്യം അങ്ങനെ കംപ്ലീറ്റ്ലി റോങ്. എന്തൊക്കെ പറയാൻ വേണ്ട, ഇത് നടക്കൂല. എന്നോട് പറഞ്ഞു ഈ ചാടെ കടന്ന് കരഞ്ഞിട്ടും കാര്യമില്ല, മൂങ്ങിയിട്ടും കാര്യമില്ല, എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് നടക്കൂല.
ഇനി എന്തൊക്കെ തല കുത്തന്നെ നിന്നിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഓൻ്റെ സ്വഭാവം ശരിയില്ല, ഓൻ അങ്ങനെയാണ് ഓൻ ഇങ്ങനെയാണ്. അതെല്ലാവരും റിലേഷൻ ബുക്കിയാലും ആദ്യം പറയുന്ന കാര്യമാണ്. ഓൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, കള്ളാണ് കഞ്ചാവാണ്, അതുവരെയും പറഞ്ഞിട്ട് എന്നോട്. ഇവൻ എന്തെങ്കിലും സ്മെല്ല് ഇട്ടാൽ പറ്റാത്ത ടീമാണ് എന്നിട്ട് എന്നോട് കള്ളാണ് കഞ്ചാവാണ് അതൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ അന്ന് കുറേ പ്രശ്നങ്ങൾ, കാരണം വെക്കേഷനും കൂടെയാണ്, എനിക്ക് പുറത്തേക്കൊന്നും പോകാനില്ല. പിന്നെ നോമ്പല്ലേ അപ്പൊ സീസണിന്റെ ടൈമാണ്, അവിടെ ഡ്രസ്സിന്റെ ആയതുകൊണ്ട് സീസൺ ടൈം ആകുമ്പോൾ എനിക്ക് അവിടെ ഓനിക്ക് മെസ്സേജ് അയച്ചാൽ എപ്പോഴും കിട്ടൂലല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ ഇറങ്ങാറുണ്ട്, അതേപോലെ ഓനിക്ക് അവിടെ ടെൻഷൻ ഉണ്ട്, എന്താ അവിടെ ആയെന്നുള്ളത് അറിയില്ല. അപ്പോൾ എനിക്ക് അന്നൊരു ദിവസം അതേപോലെ അടി കിട്ടി കാക്കൂൻ്റെയൊക്കെ. എനിക്ക് ഇടയിലൊക്കെ കാക്കൂൻ്റെ ഇമ്മിപ്പൊന്നും ഇങ്ങനെ സീനാക്കിയിട്ടൊന്നുണ്ടായിരുന്നില്ല. കാക്കൂൻ്റെയൊക്കെ ഞാൻ അടിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാക്കോടെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്മിപ്പൊക്കെ ഒക്കെ ക്ലിയർ ചെയ്തു. ഇമ്മാക്ക് ഓക്കെ ആയിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഉള്ളൂ, അതായത് ആരെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നോക്കിയ വേണ്ട, അപ്പോൾ അത് പോസിറ്റീവായാന്ന് നോക്കാം, അങ്ങനെയുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഈ കാക്ക് ഇങ്ങനെ വരുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഇപ്പാനോട് ആരിലൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഉമ്മാനോട് പറയാലോ, ഇമ്മ എനിക്കും അത് പറഞ്ഞുതരും, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പറയണത്, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം പറയണത്. അപ്പോൾ ഞാൻ ഓനെ വിളിച്ച് പറയും. അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ കണക്ട് ചെയ്തിരുന്നത്. അതായത് ഇപ്പം പറയും ഇമ്മാനോട്, ഇമ്മ അതിനോടൊന്ന് പറയും, ഇമ്മാക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യും. എൻ്റെ വീട്ടിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് കോൾ ചെയ്യുന്നില്ല. അതായത് എൻ്റെ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞു, ഓക്കെ. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു മൂവിങ് വേണം, അതായത് എന്തെങ്കിലുമൊക്കെ ഒന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അതിനെ പറ്റി സംസാരിക്കണമല്ലോ. അപ്പോൾ ഇവൻ്റെ വീട്ടുകാരും ഒന്നും പറയണമെന്ന് കാണാനില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അതായത് ഓരാരും പറയണില്ല, പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കല്യാണം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, വേറെ എന്തെങ്കിലും നോക്കാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവർക്ക് ആവശ്യമില്ല, പിന്നെ എന്തിനാ ഈ അതിന് പിന്നാലെ നടക്കണേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ വെച്ചാല് എന്റെ പെരയിൽ ഓക്കെയാണ്, പക്ഷെ എന്റെ പെരയിൽ ആരും മുന്നിട്ട് വിളിക്കൂല. ഇപ്പൊക്കെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോലെ അങ്ങോട്ട് വിളിക്കട്ടെ, എന്നിട്ട് അങ്ങനെ പക്ഷെ ഒരിക്കലും നമ്മള് ഗേൾസിന്റെ സൈഡിൽ നല്ലല്ലോ വിളിക്കാൻ പോയി. അപ്പൊ അത് പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ ഞാൻ അപ്പാട് പറഞ്ഞു ഒന്ന് ജസ്റ്റ് വിളിച്ചു നോക്കിയപ്പോ പറഞ്ഞു അങ്ങനെ ഒരു ആവശ്യം നമുക്കില്ല, കാരണം ഗേൾസിന്റെ സൈഡിൽ നല്ല വിളിക്കുന്നത്, നമ്മളോട് ആളുകൾ ഇങ്ങോട്ട് കല്യാണം ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പാനോട് പറഞ്ഞപ്പോ ഇപ്പം അങ്ങോട്ട് വിളിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്താ എന്റെ രണ്ടാമത്തെ ബ്രദർ അപ്പോ ഞാൻ ഓനെ കൊണ്ട് വിളിപ്പിച്ചു. ഓനോട് പറഞ്ഞ പിന്നെ ഓന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൻ പിന്നെ ആ ഒരു അത്രയും പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 6 മണിക്കായിരിക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. കാരണം എനിക്ക് ഒന്നാമത് ഇവന് അവിടെ സീസൺ ആയതുകൊണ്ട് ആരും മെയിൻ ചെയ്യില്ല, കാരണം ഇവന് മെസ്സേജ് അയച്ചാൽ കാണില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഫോണിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ എന്നോട് ഇവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് ആരോടും പറയാല്ല, കാരണം ഒന്നെങ്കിൽ ഞാൻ ഇവിടെ പറയണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയായിട്ട് കോൺടാക്ട് ഉണ്ടാവും. എനിക്ക് എന്റെ ഫാമിലിയായിട്ട് ആ സമയത്ത് കോൺടാക്ട് ഇല്ല. അപ്പോൾ എന്താ ഞാൻ ഇവനോട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ പറയാം ആരോടും ഒന്ന് വിളിക്കാൻ റിപ്ലൈ കൊടുക്കല്. ഞാൻ ആ തിരക്കിന്റെ ടൈം വാഷ്റൂമിൽ പോയിട്ട് റിപ്ലൈ തരും. അതായത് എന്റെ മെസ്സേജ് നോട്ടിഫിക്കേഷനുള്ള റിപ്ലൈ തരും, നിങ്ങൾ തിരിച്ച് ഷോപ്പിൽ വരുമ്പോഴേക്കും ആ മെസ്സേജ് സെൻഡ് ആവുക. അങ്ങനെ എനിക്ക് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ കുട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചാണ് സംസാരിച്ചാണ്ട് ഇപ്പാടെ സംസാരിച്ച് ഓക്കെ ആക്കി. അതായത് ഇപ്പാക്ക് കുട്ടന്റെ സംസാരമായിട്ടൊന്നും കുഴപ്പമില്ല, നല്ല രീതിയിലാണ് വിഷയങ്ങളൊക്കെ. ഈ വിഷയങ്ങൾ നടക്കുന്ന ടൈമിലൊക്കെ പിന്നെ അമ്മമാരൊക്കെ ആവുന്നു. അമ്മമാർക്ക് എന്താ ഓൽക്കും ഒരു ഈഗോ. അതെന്താ വെച്ചാല് അവിടെ അങ്ങനെ വിഷയം ഓരോട് പറഞ്ഞു അവിടെ അറിഞ്ഞില്ല പ്രശ്നം. എന്നിട്ട് പിന്നെ അവര് വിളിച്ച് പറഞ്ഞ് ഓരും സംസാരിച്ചു, ഓരും കുറെ ആൾക്കാരൊക്കെ സംസാരിച്ചു. അതായത് എന്റെ നാട്ടിലുള്ളവരൊക്കെ ഏകദേശം കാര്യം അറിഞ്ഞു, ഞങ്ങൾ റിലേഷനിലാണ്, ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത്. ഇപ്പൊ എല്ലാവരും അറിഞ്ഞു. ഇന്നെങ്കിലാ വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് നടക്കുന്നത്, അടുത്തൊരു വീടിന് മുന്നേ വേഗം നടത്തിക്കൂടെ, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു. പിന്നെ ഇപ്പാരെ വിളിക്കണം, ഇവിടുന്ന് എന്റെ വിളിക്കണം. ഇപ്പയാണെങ്കിൽ ഇപ്പാനോട് ഞാൻ എത്ര പറഞ്ഞിട്ടും ഇപ്പ വിളിക്കണില്ല. അതിന് പിന്നെ എന്റെ അമ്മായി കൊണ്ടോട്ടിയുള്ള അമ്മായി. അപ്പോ അമ്മായി ഇങ്ങോട്ടൊരു ദിവസം വന്നു. ഞാൻ അമ്മായിനോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ വിഷയമുണ്ട്. അപ്പൊ അമ്മായി പറഞ്ഞു പാട് വിളിക്ക്, അമ്മ കുട്ടികളെ കാര്യങ്ങൾ സംസാരിക്കേണ്ട അമ്മയാണ്. ഈ അമ്മായി പറഞ്ഞപ്പോ ഇപ്പൊ വിളിച്ച് പിറ്റേന്ന് ഇങ്ങോട്ട് വന്ന് വിഷയം നടത്തി എൻഗേജ്. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ അതിന്റെ വേറൊരു കാര്യമുണ്ട്. ഞാൻ നാട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ഇവളപ്പം എനിക്ക് വിളിച്ചു. ഇവളപ്പം വിളിച്ചപ്പം ഇവളിന്റെ അടുത്തുണ്ട്. അതെന്താ വെച്ചാല് ഇവൻ കോളേജിൽ വന്നാണ്. ഇപ്പൊ അവനോട് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്താ പറയണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സംസാരിക്കാം. അതായത് ഇപ്പാക്കറിയില്ല ഞാൻ എടുത്തുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു, ഇവൻ വിളിച്ചാണ് സ്പീക്കറിൽ സംസാരിച്ചു.
ഞങ്ങൾ അന്ന് കുഞ്ഞി പറമ്പ് മറ്റേ എയർപോർട്ട് ജംഗ്ഷൻ്റെ അവിടെ പോയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവൻ വിളിച്ചിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു അങ്ങനെ അവളെ പഠിത്തം മുടക്കാൻ പറ്റില്ല, ഇപ്പൊ പണ്ട് ഡിമാൻഡും കാര്യങ്ങളും ഇപ്പൊ എന്തൊക്കെ ചെയ്യണം, അതായത് ഞാൻ എൻ്റെ കുട്ടികളെ ഇങ്ങനെ നോക്കിയതാണ്, അതേപോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടിറക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ആ കോൻ്റെ സംസാരം ഇഷ്ടമായി, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളൊക്കെ ആയി, അങ്ങനെ ഇങ്ങോട്ട് തീരുമാനം അങ്ങനെ. അപ്പൊ ഇതേപോലെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സോ എനിക്ക് വർക്ക് ഉണ്ടാവില്ല, വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ എനിക്ക് വർക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ വർക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ ഞാൻ വർക്കിന് പോയി തിരിച്ചു വരുന്ന സമയത്തും ഇതേപോലെ ഇതെന്താ വെച്ചാൽ നമുക്കൊന്ന് തീരുമാനമാക്കണം, ഇതെന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയണത്, ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവനോട് ഒരു ദിവസം രാവിലെ എണീച്ച് വന്ന സമയത്ത് തന്നെ ഇമ്മയോട് ഷാദിലെ ഇതിന് നോക്കല്ലേ, ഓലിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വരും, അപ്പൊ ഇതൊന്നും എന്തെങ്കിലും തീരുമാനമാക്കുക അങ്ങനെ. ഏതാണ് ഇതെനിക്ക് പറഞ്ഞെ കൊണ്ട് കെട്ടിക്കാറ്റുള്ള രീതിയിലായിട്ട് ഭയങ്കര പ്രശ്നമാക്കി. ഞാനാണെങ്കിൽ അന്ന് വർക്ക് കഴിഞ്ഞ് വരുന്നു, എൻ്റെ ഫോൺ എൻ്റെ വീട്ടുകാർ മേടിച്ച് വെച്ചിട്ടുണ്ടായില്ല. ഇവൻ പറഞ്ഞു ഓളെ ഫോൺ കണ്ടാൽ ഞാൻ എടുത്തെറിയും, ഓളെ ഫോണിലല്ലേ തുടങ്ങിയത്, ഓളെ ഫോണെ കണ്ടെടുത്ത് എറിഞ്ഞു. അതേപോലെ തന്നെ ഒളിഞ്ഞു കൊടുത്ത് വർക്കിന് പോകില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സീനാക്കി. എന്നോട് നല്ല മേക്കപ്പ് സാധനം കിട്ടിയാണ് എറിയെന്നൊക്കെ പറഞ്ഞ് കസിനും കൂടെ ആയിരുന്നു ഞാൻ മേക്കപ്പ് ചെയ്ത് പോയിട്ട്, രണ്ടാളും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓള് സാധനങ്ങളൊക്കെ എടുത്തോളൂ വേഗം പോയി, കാരണം ഇനി പ്രശ്നമായാലും ഇതിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടാണെന്നൊക്കെ ഓർമ്മയില്ല, ഓള് വേഗം പോയി. അങ്ങനെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ആ ടൈമിൽ എനിക്ക് കുറച്ച് അടിവ് കിട്ടി, എല്ലാവരും കാണുന്ന രീതിയിൽ എനിക്ക് അടിവ് കിട്ടി. പിന്നെയും കുറേ പ്രശ്നങ്ങളായി. എനിക്ക് കോളേജിൽ നിന്ന് തുറന്നു കിട്ടിയാൽ മതി, കാരണം എനിക്ക് വീട്ടിലിരുന്ന് അപ്പൊ ഇവൻ കയറി വരുന്ന സമയത്തേക്ക് മാറിക്കും, കാരണം ഇവൻ ആ ദേശത്തിൽ പിന്നെ എന്തെങ്കിലും നടത്താന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാകും. നടത്താന്ന് പറയുമ്പോ ഇവൻ വന്നാണ്ട് റഫാവും, കാരണം ഇവനെ ഇങ്ങനെ ബാക്കിൽ ഓരോരുത്തരും ഇത് ഒരിക്കലും തോന്നേണ്ട പ്രശ്നമില്ല, ഓരോരുത്തരും ബാക്കിൽ ഇങ്ങനെ പറയരുത്, ഇങ്ങനെ അത് കുറച്ച് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ഞങ്ങൾക്ക്, ഫാമിലി ഇഷ്യൂസ് ഞങ്ങളത് കുറച്ച് ഫാമിലിയിലുള്ള ആൾക്കാർ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ ആ ഒരു റീസണോണ്ടാണ് ഇവ ഇങ്ങനെ വന്ന് പറയുന്നത്. അതേപോലെ ഇവരെ ഇങ്ങനെ ഓരോരുത്തരും ബാക്കിൽ ഇങ്ങനെ വന്ന് പറയരുത്, അപ്പൊ അങ്ങനെ ആയിട്ട് ഇവ വന്ന് പറയണം. അങ്ങനെ ഞങ്ങള് എന്ത് ചെയ്തു, ഇവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു വെക്കേഷനിൽ വായൊന്ന് എനിക്ക് വെക്കേഷനിലേക്ക് ഒരു തീരുമാനമാക്കാം, ഇവൻ വന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കാൻ പറ്റുമല്ലോ, അപ്പൊ ഇവരോട് വരാൻ പറ്റും. പക്ഷെ എനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് വലിയൊരുന്നാൾ വരുന്നുണ്ടല്ലോ, ഒന്ന് വലിയൊരുന്നാൾ കഴിഞ്ഞാലാണ് വന്നത്, അതായത് ചെറിയ ഒന്നും ശരിയായിട്ടില്ല. അതെന്താ വെച്ചാൽ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സീനായിട്ട് തോന്നൂല, കാരണം ഇപ്പം ഇല്ലാതെ റഫ് ആവണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമല്ല, വീട്ടിൽ നോക്കുമ്പോൾ എനിക്ക് വലിയ പ്രശ്നമല്ല. പിന്നെ കാക്കു എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ ഉള്ളൂ, അല്ലാത്ത വേറെ പ്രശ്നമൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ കഴിഞ്ഞ് കോളേജ് തുടങ്ങിയപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് കോളേജിൽ തീരുമാനമാക്കാതെ പോകാൻ പറ്റില്ല. പിന്നെ ഇമ്മിറ്റിനെ പറഞ്ഞു എന്തായാലും നാട്ടിലില്ലല്ലോ, പിന്നെ എന്താ പോണേന് പ്രശ്നം, ഓൾ പോയിക്കോട്ടെ എന്നുള്ളതിൽ പിന്നെ എന്നെ പറഞ്ഞു. അങ്ങനെ കോളേജിലൊക്കെ വന്ന് ഞങ്ങൾ എന്തായാലും എൻ്റെ ഫോണൊന്നും മേടിച്ചിട്ടുണ്ടാവില്ല, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്നുള്ളത് ഉമ്മാക്കുപ്പാക്ക് പറയാം, ഞാൻ വിളിക്കുന്നുള്ളത് ഉമ്മാക്കുപ്പാക്ക് പറയാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉമ്മാക്കുപ്പാക്ക് പറയുന്ന ആ സമയം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഇവനൊരു ജൂൺ 29 വന്നു. പിന്നെ അടുത്ത പെരുന്നാൾ, അതായത് വലിയ പെരുന്നാൾ ടൈമിൽ പിന്നെയും വിഷയമായി. അത് ഇവനിപ്പോൾ എല്ലാവരും വിട്ടു എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും മേ ബി. അപ്പോൾ ഇങ്ങനെ ആരും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കണില്ല, കാരണം പിന്നെ അതിനെ പറ്റിയിട്ട് സംസാരിക്കണില്ല. അങ്ങനെ ഞാൻ കോളേജിൽ പോയി, എനിക്ക് എന്തായാലും അതിനെ പറ്റി സംസാരിച്ചിട്ടും കാര്യമില്ല, ഇവൻ വരാതെ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഞാനൊന്നും പറയാൻ പോയില്ല, എനിക്കന്ന് കോളേജിലേക്ക് പോയാൽ മതി അങ്ങനെ. പിന്നെ ഞങ്ങൾ കോളേജിൽ പോയി, ഞാൻ ഇവൻ കുറച്ച് കഴിഞ്ഞാൽ വന്നു, ജൂൺ 29 വന്നു, ജൂൺ 29 വന്നു. ഇവൻ വന്ന് ഞാൻ 2 ദിവസം ഇവൻ വന്ന് 2 ദിവസം കൊണ്ട് തന്നെ അമ്മയോട് പറഞ്ഞു ഓൻ നാട്ടിലെത്തിയിരിക്കുന്നു പറഞ്ഞു. അതിൽ ഇവർക്ക് ആകെ ടെൻഷനായി, കാരണം ഞാൻ ഈ കോളേജിലാണ്, ഇവർ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇനി ഞങ്ങൾ നാട്ടിലും പോയാലോ എന്നൊക്കെ ഉള്ള പേടിയായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്തു, അപ്പം തന്നെ വീട്ടുകാരും വലിയവരും കൂടി സംസാരിച്ച് കാക്കുവിനോടും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഫുള്ളായിട്ട് ഓക്കെ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞത് ഞാൻ കല്യാണത്തിന് കൂടില്ല, നിങ്ങൾ എന്താ വെച്ചാൽ ഉണ്ടായിക്കൂടി, അങ്ങനത്തെ രീതിയിലായിരുന്നു. കാരണം മൂത്താപ്പ് വിളിച്ചിട്ട് സംസാരിച്ചു, ഇപ്പാനേട്ടൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഓന് ആ ഭയങ്കര ടെമ്പറായിട്ടുള്ള ആളൊന്ന് ഒതുങ്ങിയത് ആ സമയത്തേന് മൂത്താപ്പ് സംസാരിച്ച സമയത്ത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ കുറേയൊക്കെ ഒന്ന് റെഡി ആയ മാതിരിയായപ്പോൾ ഇവന് ഞാൻ ഇപ്പാനോട് എല്ലാവരും അറിഞ്ഞല്ലോ വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും പോലൊന്നുമില്ല അങ്ങനെ പറഞ്ഞു. പിന്നെ 29 ഇവൻ വന്നത്, ഞങ്ങൾ എൻഗേജ്മെന്റ് എങ്ങനെയും 29 എൻഗേജ്മെന്റ്, അങ്ങനെ എന്തോ ഒരു കേസാണ്. അതായത് വന്ന് 1 വീക്കിൻ്റെ ഉള്ളിൽ എന്തോ പരിപാടി എൻഗേജ്മെന്റ് നടന്നിരുന്നു. കാരണം ഞാൻ കോളേജിലുള്ള സമയത്തിന് എന്തായി, ഇവര് നിശ്ചയമൊക്കെ നടത്തി അല്ലേ. നിശ്ചയം അങ്ങനെയല്ല ഉണ്ടായത്, അത് ഇവളൊരു അലയാക്കുണ്ട്,
മൂപ്പര് ഇങ്ങോട്ട് വന്നിക്കാണ്ട് നമ്മളെ പറ്റിയൊക്കെ അന്വേഷിച്ചു. ആ ഇവിടെ അതായത് ഇപ്പൊ വന്നാണ് പിന്നെ ഇവിടെ കുറെ ഇവിടൊക്കെ വന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചാൽ ചെറിയ എന്റെ ഏട്ടന്റെ ചങ്ങായിന്റെ ഇപ്പാനെ എന്തോ കണക്ഷൻ ഉണ്ടോ. അപ്പൊ അങ്ങനെ ഒന്ന് സംസാരിച്ചു. അന്വേഷിച്ചു. ഞാൻ പുറത്തേക്ക് അറിയുമ്പോ ചെക്കന്മാർക്ക് എന്റെ കല്യാണം എന്നെ കുട്ടി ഇവിടെ അന്വേഷിച്ചാൽ ബന്ധുക്കൾ പറഞ്ഞത് ചെക്കന്മാരൊക്കെ കാരണം ഇവന് ഏജ് ആയിട്ടില്ലല്ലോ, അപ്പൊ ആരും ഇവന്റെ മൂത്തതൊന്നും ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്റെ എല്ലാവരും വീട്ടിലല്ലോ എന്റെ ഇവിടുത്തെ ചെക്കന്മാരെ ചെക്കന്മാർ വീട്ടിലുള്ളവരെ കിട്ടിയതാണ്, മൂത്തതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എല്ലാവരും എന്താ വിട്ടിട്ടുണ്ടാവും. പിന്നെ എന്താ എനിക്ക് തോന്നുന്നു എന്തായാലും ഇവൻ വന്ന് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡി ആയിരുന്നു. ഇവൻ വന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവൻ എന്തോ ഏതൊരു ഡേറ്റിൽ വന്നു, പിറ്റത്തെ 1 വീക്കിനുള്ളിൽ എന്താ എൻഗേജ്മെന്റ് നടന്നിരുന്നു. കാരണം ഇവൻ ജൂണിൽ വന്ന് ജൂലൈ ഓഗസ്റ്റിലല്ലേ ഈ പോയത്. അപ്പൊ 3 മാസം കൊണ്ട് എന്തായാലും പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് 1 മാസം നാട്ടിൽ നിന്ന് പോയി. അപ്പൊ എന്താ ജൂണില് ഫസ്റ്റ് ജൂൺ 21 വന്നു, 29 ഞങ്ങൾ എൻഗേജ്മെന്റ്. ആ ഒരു ഡേറ്റ് ആണ് ഇത് വരുന്നത്. 21 വന്നിട്ട് 29 എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞു. 29, 28 എന്താ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അതായത് എൻഗേജ്മെന്റിന് പക്ഷെ എന്റെ ബ്രദർ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ കാക്കു വരില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വന്നില്ല. ഓൻ എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓ ഇല്ലാതെയാണ് ഞങ്ങൾ എൻഗേജ്മെന്റ് നടത്തിയത്. ഇവര് വന്ന് കണ്ട് മിഠായിയൊക്കെ തന്ന് പോയി. ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ചായി. അങ്ങനെയാണ് ഞാനിവിടെ കൊളാബിലൊക്കെ ഇറങ്ങിയത്. ഞാനിപ്പോ കൊളാബ് ചെയ്തു. അപ്പൊ അതായത് ഇവര് മീശ വന്നില്ല, താടി വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ചെറിയ ചെക്ക് കെട്ടിന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറെ ഇതൊക്കെ വന്നു. പക്ഷെ നല്ല നല്ല കമന്റ്സ് ചെയ്യുന്നുണ്ടോ എൻഗേജ്മെന്റിന്റെ വീഡിയോസ് ഉണ്ടായിരുന്നത്. ആ ടൈമിൽ എനിക്ക് എത്ര 3.6 മില്യൺ എന്തോ പെട്ടെന്ന് വ്യൂസ് കയറി. അങ്ങനെ എല്ലായിടത്തും റീച്ചായി. എനിക്ക് അതേപോലെ തന്നെ കൊളാപ്സ് കാര്യങ്ങളൊക്കെ വരുന്നു തുടങ്ങി. അപ്പൊ തന്നെ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി, ഇല്ല കുറച്ചൊക്കെ ഞാൻ കൊളാപ്സ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് 5 ദിവസം കൊണ്ട് നിക്കാഹ് നോക്കും. അങ്ങനെ എന്തോ ഒരു പെട്ടെന്ന് ഒരു ടോക്ക് വന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എന്നിട്ട് എൻഗേജ്മെന്റ് മുന്നേ ഒരു ഇങ്ങോട്ട് നിശ്ചയം ഉണ്ടാക്കി. എന്നിട്ട് ഓല് പറഞ്ഞു നിങ്ങൾ നാളെ അങ്ങോട്ട് വരിക, നമുക്ക് എൻഗേജ്മെന്റ് നടത്താം. അന്ന് നിശ്ചയിച്ചില്ല എൻഗേജ്മെന്റ്. വ്യാഴാഴ്ചയാണ് ഒരു നിശ്ചയം വന്നത്. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ എൻഗേജ്മെന്റ്, ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങൾ എൻഗേജ്മെന്റ് അവിടെ വന്നിട്ടാണ് നമ്മൾ ഡേറ്റ് നിക്കാഹിന്റെ ഡേറ്റ് ഓല് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞ 5 ദിവസം പരിപാടി നിക്കാഹ് ഉണ്ടാക്കാൻ. ഇപ്പൊ നാട്ടിലുണ്ടല്ലോ പെട്ടെന്ന് നിക്കാഹ് ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും നമ്മളെ പരിപാടി നടത്തുമ്പോ ഇനിയിപ്പൊ എന്തൊക്കെയാലും പെട്ടെന്ന് നടക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷെ എന്നാലും നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. പിന്നെ പോരാത്തിന് ഇവന് എന്താ വന്ന് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞങ്ങള് പിന്നെ എൻഗേജ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിക്കാഹ് പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ എൻഗേജ്മെന്റ് ഉണ്ടാക്കിയിട്ട് പോവാ, പിന്നെ നെക്സ്റ്റ് അല്ലെങ്കിൽ നിക്കാഹ് അങ്ങനെയാണ് കരുതിയിരുന്നത്. പക്ഷെ പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടിയിട്ട് നിക്കാഹ് ഓക്കെ. അപ്പൊ നിക്കാഹ് ഞങ്ങൾ സമ്മതിച്ചു, നോക്കി നിക്കാഹ് ഉണ്ടാക്കാം. പിന്നെ 5 ദിവസം കൊണ്ട് ഇറങ്ങുമ്പോൾ എനിക്ക് സെക്കൻഡ് സെം എക്സാം ആണ്. എനിക്ക് സെക്കൻഡ് സെം എക്സാം നടക്കുന്ന സമയത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം ആണ്, സോ എനിക്ക് ഒറ്റയ്ക്ക് എനിക്ക് പറ്റൂല. കാരണം എൻ്റെ എക്സാം പറയണത് ഇവര് പറഞ്ഞ 5-ാമത്തെ ദിവസം കഴിയാൻ അതിന്റെ പിറ്റേന്ന് ദിവസം ഉണ്ടോ എനിക്ക് എക്സാം തുടങ്ങുന്നത്. അപ്പൊ എന്തായാലും എക്സാമിന്റെ ഇടയിൽ കൂടെ റഷ് ആയിട്ടുള്ള പരിപാടി ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. എൻ്റെ എക്സാം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഞങ്ങളെ നിക്കാഹ് നടന്നത്. അതായത് എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഒന്നും ചെയ്യാതെ അറിഞ്ഞില്ല. കാരണം എക്സാമിന്റെ പിറ്റേ ദിവസം തന്നെ എക്സാം വരെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം നേരെ വീട്ടിൽ പോയിട്ട് എൻ്റെ നിക്കാഹ്. അതിന്റെ ഇടയിൽ ഏട്ടനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇവർ ഈ പ്രശ്നത്തിന് ശേഷം ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടായില്ല. കാരണം എൻഗേജ്മെന്റിന് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇവ അതേപോലെ ഞങ്ങൾ എന്റെ നിക്കാഹിന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയി. ഈ എക്സാമിന്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയി. അല്ലൂറയിൽ പെരുന്നോ നല്ലൂറെ പോയി. അപ്പൊ ആ ടൈമിൽ ഇവനും ഇവരുടെ ഫ്രണ്ടും കൂടെ വണ്ടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ വന്ന് തിരിച്ചു പോണ സമയത്ത് അതായത് ഇവനെ തിരിച്ച് നാട്ടിൽ പോകാൻ്റെ വീട്ടിൽ തിരിച്ചു പോയിരുന്ന സമയത്ത് എന്ത് ചെയ്തു, മംഗള കഴിഞ്ഞ് കുറച്ചങ്ങോട്ടായതിന് ഇവന്റെ വണ്ടി ആക്സിഡന്റ് പറഞ്ഞാൽ വലിയ ആക്സിഡന്റ് ഒന്നുമല്ല, ചെറുതായിട്ടൊന്നും ബൈക്കിന് തട്ടി. ഒരു ഗേൾ ആയിരുന്നു അത്. അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയി. പെട്ടെന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടിയപ്പോ ഇവനും ഇവന്റെ ഫ്രണ്ട്, അതായത് എന്റെ ബ്രദറും എന്റെ ബ്രദറിന്റെ ഫ്രണ്ടും കൂടെ വരുന്ന സമയത്ത് കണ്ടു. അങ്ങനെ ഇവൻ വിളിച്ചാണ്ട് ഇപ്പാനോട് വിളിച്ചാണ്ട് നിങ്ങൾ മരുവരുണ്ടോ വണ്ടിയൊക്കെ തട്ടിക്കിടക്കുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ എന്തായാലും നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇവനോട് നല്ല രീതിയിലൊന്ന് സംസാരിച്ചു. നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയായിരിക്കും ഇവനെ കാണുമ്പോൾ റിയാക്ട് ചെയ്യുക. കാരണം അന്നത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്. അപ്പൊ നല്ല രീതിയിലെല്ലാം സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞു ഓക്കെ ആയി പോയി. പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കാതിന്റെ സമയത്ത് അതുവരെ ഒന്നും ഇന്നോട് പോകാൻ മിണ്ടണില്ല കേട്ടോ. എന്നോട് പോകാൻ മിണ്ടലേ ഇല്ലായിരുന്നു. എന്നോട് എന്റെ കാക്ക് തീരെ മിണ്ടല്ലായിരുന്നു. ഒന്നും സംസാരിക്കേണ്ടിയിരുന്നു. അപ്പൊ ഇവ എന്നെ കാണുമ്പോൾ ഇങ്ങനെ മാറിപ്പോവാ അങ്ങനെയൊക്കെ ആയിരുന്നു. അവർക്ക് ഭയങ്കര അടിമാറുള്ള കാര്യങ്ങൾ. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നിക്കാഹിന്റെ സമയമായി. ഞങ്ങൾ നിക്കാഹിന് വേണ്ടിയിട്ട് എന്താ ഇവനാണ്, അതായത് എന്റെ ബ്രദർ ഒരു പരിപാടിക്കും വരില്ല അങ്ങനെ പറഞ്ഞ
പക്ഷെ ഇവരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അതായത് ഇതിന്റെ സ്റ്റേജ് ഡെക്കോറിന്റെ കാര്യമായിക്കോട്ടെ, ഇതിന്റെ ഇവന്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനാണ് ഒക്കെ നോക്കി നടത്തി എല്ലാം തീരുമാനമാക്കി തന്നിരുന്നു. അവർക്ക് എൽപ്പിക്കൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടി നടന്നു. ആ സമയത്ത് ഞാൻ പരിപാടിക്ക് മാറ്റി വരുന്ന സമയത്ത്, എനിക്കായ ഡ്രസ്സൊക്കെ മാറ്റി വരുന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ ഒന്നും മെയിൻ ചെയ്തില്ല ഇവന്. എനിക്ക് ഭയങ്കര, ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ വരെ മുന്നിലേക്ക് വന്നു. പക്ഷേ ഇവൻ്റെ മെയിൻ ചെയ്തിട്ട് ഭയങ്കര അടങ്ങാറായി. പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ എൻ്റെ കസിൻ വന്നിട്ട് നേരെ ഉച്ചോടത്ത് കൊണ്ടുപോയി. അവിടെ നിന്ന് നിൽക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുകയായിരുന്നു. അതിൽ ഇവൻ ലാസ്റ്റ് നിൽക്കാതെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വിളിച്ച് കയറ്റി. ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തില്ല നിൽക്കാൻ, കാരണം ഒരാൾ വിളിക്കുമ്പോൾ ഒരാൾ പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇവൻ ലാസ്റ്റ് എല്ലാവരും കൂടെ വിളിച്ചാണ്ട് സ്റ്റേജിലേക്ക് കയറ്റി ഇവന് എന്താ അത്രയും ദിവസം എന്നോട് മിണ്ടൂലല്ലോ, എന്നോട് മിണ്ടാതെ നിൽക്കണമെങ്കിൽ ക്യാമറാമാനോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇഷ്യൂള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് ഫാമിലി ഫോട്ടോ എടുക്കാത്തത്. നമ്മളെ സ്വന്തം ആളെയും നമുക്ക് നല്ല പരിചയമുള്ള ആളെയും മൂപ്പരോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് ഇറങ്ങാൻ നേരത്ത് ക്യാമറമാൻ പറഞ്ഞു ബ്രദർ നിൽക്കണോ ഫോട്ടോ എടുക്കുക. അപ്പൊ അങ്ങനെ ബ്രദറിനെ വിളിച്ച് കയറ്റി. ബ്രദറിനെ വിളിച്ചിട്ട് ഇവന്നെ ഇങ്ങനെ എന്നോട് മിണ്ടാത്ത ഇവന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് എന്നോട് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ പൊട്ടി. ആ പൊട്ടലിൽ ഞാൻ പൊട്ടി. ഞാനങ്ങോട്ട് കരഞ്ഞു. വീഡിയോ അല്ല, ഫോട്ടോ ഞാൻ സൈഡിലോട്ട് കാണിച്ചാൽ. ഞാൻ അപ്പം അങ്ങോട്ട് കരഞ്ഞ് സ്റ്റേജിൽ നിന്ന് കരഞ്ഞു. കുറെ ആൾക്കാർക്ക് ഇഷ്യൂസ് ഒന്നും അറിയില്ല. ഞങ്ങൾ കുറെ ആൾക്കാർക്ക് ഞാൻ ലവ് മാരേജ് ആണെന്നുള്ളത് അറിയില്ല. ഫാമിലീസ് മുഴുവൻ ഞാൻ സ്റ്റേജിൽ നിന്ന് കരയാൻ കണ്ടവൾ കെട്ടിപ്പിടിച്ചിട്ട് കരയാ. അവിടെ താഴത്തുള്ളവർ കുറെ ആൾക്കാർ കരയാണ്. എല്ലാവരും ഇത് കരയണം. അതായത് പക്ഷെ അതൊരു രസമുള്ളൊരു മൊമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. വീഡിയോ കിട്ടിയില്ല, അതിന്റെ ഫോട്ടോ ഉണ്ടാവും, ഫോട്ടോ കാണിച്ചാൽ. അപ്പൊ അങ്ങനെ ഞങ്ങള് അന്നാണ് എന്നോട് മുണ്ടുന്നത്. ഞാൻ ഹഗ്ഗിയാൻ കരഞ്ഞു. അന്ന് അങ്ങനെ ഞങ്ങളത് ഭയങ്കര സമാധാനം ചെയ്തോട്ടോ. പക്ഷെ എന്നാലും എനിക്ക് കഴിഞ്ഞിട്ട് ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങൾ മിണ്ടാതെ കുറെ ദിവസമായില്ല. പിന്നെ കഴിഞ്ഞ് ഇവർ രണ്ടാളും ഫേസ് ചെയ്യേണ്ടിയിരുന്നു. ഇവർ രണ്ടാളും ഒരാൾ വരുമ്പോൾ, അതായത് ഇവൻ വീട്ടിലൊക്കെ നിൽക്കാൻ വേണ്ടി വരുമ്പോൾ ഇവൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മറ്റും കിടന്നുറങ്ങും. ഞങ്ങൾ രാത്രി അതേപോലെ തന്നെ ഇവൻ എന്ത് ചെയ്യും, കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് രാത്രി 11 മണി വരെയൊക്കെ ഞങ്ങൾ പെരുന്തമണ്ണ തെണ്ടും. എന്നിട്ട് വന്നിട്ടേ കിടക്കാം. അപ്പോഴത്തേക്ക് ഇവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഇന്ന് എന്ത് ചെയ്തു, ഇവൻ ഇതുപോലെ ഫുഡ് കൊടുക്കാണ്ട് ഇവര് കുറച്ച് ലേറ്റ് ആക്കി നിർത്തിയിട്ട് ഞങ്ങളാണെങ്കിൽ കയറി വരുന്ന സമയത്ത് നേരെ ഹോളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിന് നേരെ അവർ വന്ന് നേരെ മുന്നിലേക്ക് വന്നതായിരുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ചു. ഓക്കെ ആയി. ഇപ്പോൾ ആശാകാലം ഒക്കെ അടിപൊളിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ലവ് ആൻഡ് സക്സസ് സ്റ്റോറി. അപ്പോൾ